മുള്ളൂർക്കരയിലെ ഗൃഹോപകരണ വ്യാപാര രംഗത്ത് വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും KH ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ്, മെയിൻ റോഡ്, മുള്ളൂർക്കര. ഫോൺ 9955400953. ഷൊർണൂർ നിലമ്പൂർ മെമു സ്ഥിരപ്പെടുത്തുവാൻ റെയിൽവേയുടെ തീരുമാനം. 8:40 പുറപ്പെടുന്ന രീതിയിലാണ് എറണാകുളം ഷൊർണൂർ മെമു പിന്നീട് നിലമ്പൂർ മെമുവായി മാറുക. അതേസമയം 8:10 പുറപ്പെട്ടിരുന്ന നിലമ്പൂർ പാസഞ്ചറിന്റെ സമയം ക്രമീകരിക്കുവാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തീവണ്ടിയിലെത്തുന്ന നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരുടെ പ്രശ്ന പരിഹാരത്തിനായാണ് പുതിയൊരു തീവണ്ടി കൂടി അനുവദിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ച ഈ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടവും നടത്തിയിരുന്നു. പരീക്ഷണ ഓട്ടം വിജയമായതോടെയാണ് സ്ഥിരമാക്കാൻ റെയിൽവേ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് റെയിൽവേ ബോർഡ് അനുമതി ലഭിക്കുന്നതോടെ നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരമാകും. മെമുവിന് മുൻപ് 8:10 പുറപ്പെടുന്ന നിലമ്പൂർ റോഡ് പാസഞ്ചർ തീവണ്ടി നേരത്തെയാക്കുവാനും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. അരമണിക്കൂർ ഇടവേളയിൽ മെമു വരുന്നതിനാൽ യാത്രക്കാരുടെ എണ്ണം കുറവാകുമെന്നാണ് വിലയിരുത്തൽ. ഇതുകൂടി കണക്കിലെടുത്താണ് റെയിൽവേ 2 തീവണ്ടികളുടെയും സമയം ക്രമീകരിക്കുക. ഞായറാഴ്ച നടന്ന പരീക്ഷണ ഓട്ടത്തിൽ മെമുവിൽ യാത്രക്കാർ ഭൂരിഭാഗവും നിറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീവണ്ടി നിലനിർത്താനാണ് പാലക്കാട് റെയിൽവേ ഡിവിഷന്റെയും നിർദ്ദേശം. എറണാകുളം ഷൊർണൂർ പാസഞ്ചർ മെമു ഷൊർണൂരെത്തി 10 മിനിറ്റിനകം നിലമ്പൂരിലേക്ക് പുറപ്പെടുന്ന വിധമാണിപ്പോൾ പദ്ധതി. നിലമ്പൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർ 8:10 ശേഷം തീവണ്ടി ഇല്ലാത്തതിനാൽ കോഴിക്കോട് പാസഞ്ചർ തീവണ്ടി തടഞ്ഞതുൾപ്പെടെ വലിയ പ്രതിഷേധമുയർത്തിയിരുന്നു. കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തീവണ്ടിയിലെത്തിയ യാത്രക്കാരാണ് ഷൊർണൂരിൽ രാത്രി തീവണ്ടി തടഞ്ഞിട്ടത്. 100-ലേറെ യാത്രക്കാർക്കെതിരെ റെയിൽവേ സുരക്ഷാ സേന കേസെടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മെമു തീവണ്ടി അനുവദിച്ചത്. VCV ന്യൂസ്, ഷൊർണൂർ. You are watching VCV News.